ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നവരാത്രിയോടനുബന്ധിച്ചുള്ള പ്രത്യേക പൂജകൾ തുടരുകയാണ്. ഡൽഹി NCRന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് കുട്ടികളാണ് ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ക്രമീകരിച്ച സരസ്വതി മണ്ഡപത്തിൽ പുസ്തകങ്ങൾ പൂജ വച്ചത്. 2-ാം തീയതി നടക്കുന്ന വിദ്യാരംഭ ചടങ്ങിൽ ഹരശ്രീ കുറിക്കാൻ ഇതിനോടകം നിരവധി പേർ രജിസ്റ്റർ ചെയ്തു. നവരാത്രി ദിനങ്ങളിൽ പ്രത്യേക പൂജകളാണ് ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ക്രമീകരിച്ചിട്ടുള്ളത്. രാജ്യ തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് വിദ്യാർത്ഥികളെത്തി പ്രത്യേകം ക്രമീകരിച്ച സരസ്വതി മണ്ഡപത്തിൽ പുസ്തകങ്ങൾ പൂജവെച്ചു. 2-ാം തീയതി വിദ്യാരംഭ ചടങ്ങുകളും പൂജയെടുപ്പും വിപുലമായാണ് ഒരുക്കിയിട്ടുള്ളത്. ഡൽഹി ഗുരുവായൂരപ്പൻ അമ്പലത്തിൽ ഇന്ന് പൂജവെപ്പ് നടന്നു. ഒരുപാട് കുട്ടികൾ പുസ്തകം വെച്ചിട്ടുണ്ട്. ഇത് 2-ാം തീയതി നമ്മൾ എടുക്കുന്നതായിരിക്കും, പൂജവെപ്പ് എടുക്കുന്നതായിരിക്കും. വിദ്യാരംഭം നടക്കും. മേൽശാന്തി ഒരുപാട് കുട്ടികൾക്ക് അക്ഷരം എഴുതി കൊടുക്കും. ചില പ്രഗത്ഭ ആൾക്കാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കും. സരസ്വതി മണ്ഡപത്തിൽ പുസ്തകം പൂജ വെച്ച മുഴുവൻ വിദ്യാർത്ഥികളുടെയും പേരിൽ പ്രത്യേക പൂജകളാണ് ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. സരസ്വതിക്കാണ് മെയിനായിട്ട് പൂജ കഴിക്കുന്നത്. ബാക്കി ഗണപതി, ഗുരു, വേദവ്യാസൻ, ദക്ഷിണാമൂർത്തി ഇവരെയും കൂടി ഇവിടെ പൂജിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 4 ദിവസം പൂജയാണ്. അത് കഴിഞ്ഞ് വിജയദശമിയുടെ അന്ന് പൂജ അവസാനിച്ച് പുസ്തകം കുട്ടികൾക്കൊക്കെ വിതരണം ചെയ്യും. ഒക്ടോബർ 2 വരെ നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷ പരിപാടികളിൽ രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നുമുള്ള കലാകാരികളുടെയും കലാകാരന്മാരുടെയും നൃത്ത പരിപാടികളും ക്ഷേത്രത്തിൽ നടക്കും. ജനം, ഡൽഹി.